ഞാൻ ഡോക്ടർ ഗംഗാ പ്രസാദ്, വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വിഷ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അലർജി മൂലമുണ്ടാകുന്ന ത്വഗ്രോഗങ്ങളാണ്. സാധാരണ ഈ ആശുപത്രിയിൽ കൂടുതൽ ആൾക്കാരും ത്വഗ്രോഗ ചികിത്സയായിട്ട് വരുന്നത് അലർജി മൂലമുണ്ടാകുന്ന ത്വഗ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അതും കൂടുതലും ഇതര ശാസ്ത്രങ്ങളിൽ നോക്കി അതിൻ്റെ ഒരു ക്രോണിക് അവസ്ഥയിലേക്ക് എത്തി ലാസ്റ്റ് ഒരു റെഫറൽ സെൻറ്റർ എന്നുള്ള രീതിയിലാണ് ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ അലർജി മൂലം ഉണ്ടാകുന്ന ത്വഗ്രോഗങ്ങളിൽ ഒരു IgE ആൻറ്റിബോഡി, ബ്ലഡിൽ IgE ആൻറ്റിബോഡി കൂടുതലായി കാണാറുണ്ട്. അതിന് നമ്മളിപ്പം അലോപ്പതി മേഖലകളിലെല്ലാം ഇതിൻ്റെ ചികിത്സ വരുന്നത് ആൻറ്റി ഹിസ്റ്റമൈൻസും സ്റ്റിറോയിഡ്സും മുതലായ രീതിയിലാണ് അതിൻ്റെ, കാരണം അത് ഇമ്യൂണോ സപ്രസൻ്റായിട്ട് ആണ് അവരുടെ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ദീർഘകാല രീതിയിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിൽ വളരെ ദൂഷ്യഫലം ചെയ്യുകയും അത് ആൻറ്റി ഹിസ്റ്റമിൻ മുതലായ മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കുട്ടികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളിൽ പോകുമ്പോൾ അവർക്ക് ഉറക്കക്ഷീണവും, അത് അല്ലാതെ നമ്മൾ യാത്രകളിലെല്ലാം പോകുമ്പോഴേക്ക് നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള അപകടങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സാധാരണയായിട്ട് ഇവിടുത്തെ വിഷ ക്ലിനിക്കിലാണ് ഈ ത്വഗ്രോഗങ്ങൾ ചികിത്സിക്കുന്നത്. ഈ ത്വഗ്രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദോഷാടിസ്ഥാനത്തിലാണ് ചികിത്സിക്കുന്നതെങ്കിൽ പോലും ഈ വിഷ ക്ലിനിക്കിൽ ചികിത്സിക്കുമ്പോൾ ഇത് ദൂഷ്യവിഷ ശമനം, ദൂഷ്യവിഷകരമായൊരു ചികിത്സയും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ദൂഷ്യവിഷം എന്ത് എന്നുള്ളൊരു കാര്യം കൂടെ അറിയണം. ദൂഷ്യവിഷം എന്ന് പറയുന്നത് നമ്മുടെ ഇത് അനിമൽ പോയ്സണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് ഏതെങ്കിലും ഇപ്പം ചിലന്തി വിഷം അല്ലെങ്കിൽ സർപ്പവിഷം മുതലായ വിഷങ്ങൾ ഏൽക്കുകയോ അല്ലെങ്കിൽ ഈ കീടങ്ങൾ നമ്മളെ ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട്, ഇൻസെക്ട്സിൽ കടിക്കുകയും അന്നത് ചികിത്സിച്ച് അത് ശരീരത്തിൽ നിന്നും ആ വിഷം പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ നിന്നും പോകാതിരിക്കുകയും അത് ഒരു കാലക്രമേണത്തിൽ അത് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് കാലക്രമേണത്തിൽ അത് ദൂഷ്യവിഷമായി മാറുകയും, അതേ കണക്ക് തന്നെ പ്ലാന്റ് ഒറിജിനിലുണ്ടാകുന്ന പോയ്സണിങ്, അതിൽ പ്രത്യേകിച്ച് നിക്കോട്ടിൻ, സിഗരറ്റ്, ബീഡി മുതലായ വലിക്കുക, പിന്നെ അല്ലാതെ നമ്മൾ മെഡിസിനിൽ തന്നെ ഒരുപാട് കറുപ്പ് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ചേരുന്ന, അല്ലെങ്കിൽ ഒപ്പിയവും കനാബിസ് മുതലായി ചേരുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അത് നമ്മൾ അലോപ്പതിയിലായാലും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ നിന്നും ഈ പ്ലാന്റ് ഒറിജിനായിട്ടുണ്ടാവുന്ന വിഷാംശങ്ങൾ ശരീരത്തുണ്ടാവും. ഇത് അല്ലാതെ വരുന്ന വിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആഹാരത്തിൽ രാവിലെ നമ്മളൊരു ചായ ഇട്ട് കുടിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാല് പോലും നമുക്ക് അതിൻ്റെ അകത്ത് പോലും വിഷാംശമുണ്ട്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന കറി പൗഡറിൽ അഡൾട്രൻ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ്സ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ ഉണ്ടാവുന്ന കീടനാശിനികൾ, നമ്മൾ പിന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ, ഒരു ജ്യൂസ് കടയിൽ പോയി കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഷേക്ക് എന്ന് പറയുന്ന സാധനം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു പാലും ഒരു പുളിയുള്ള സാധനവും കൂടെ, അല്ലെങ്കിൽ ഒരു മാങ്ങ ഷേക്ക്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആയുർവേദത്തിൽ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് അമ്ലവും ക്ഷീരം എന്ന് പറഞ്ഞാൽ പുളിയുള്ള ആഹാരങ്ങളും പാലും ചേരുമ്പോൾ അത് വിരുദ്ധമായിട്ടാണ് പറയുന്നത്. പിന്നെ ഈ തൈരിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ തൈര് ഡെയിലി ഉപയോഗിക്കരുതെന്നാണ് ആയുർവേദം പറയുന്നത്. ഉപയോഗിക്കുമ്പോൾ തന്നെ പല രീതിയിൽ പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ തൈരിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ തൈരും മത്സ്യവും ചേർത്തിട്ടുള്ള ഒരു സംയോഗം, തൈരും കോഴിയിറച്ചിയും ചേർത്തിട്ടുള്ള ഒരു സംയോഗം. പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ തന്നെ ജങ്ക് ഫുഡ്സിൽ ഒരുപാട് അഡൾട്രൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളെല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ വിരുദ്ധാഹാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ അനിമൽ ഒറിജിനും ഈ പ്ലാന്റ് ഒറിജിനും ഈ വിരുദ്ധാഹാരങ്ങളുമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മളെ ശരീരത്തിൽ കാലക്രമേണ നമുക്ക് ദൂഷ്യവിഷം എന്നുള്ളൊരു കൺസെപ്റ്റ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പം നമ്മുടെ ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത് സാധാരണ ദോഷാടിസ്ഥാനത്തിലുള്ള ചികിത്സയുടെ കൂടെ നമ്മളിങ്ങനെ ദൂഷ്യവിഷ ശമനമായിട്ടുള്ള ചികിത്സയും ഇതിനെല്ലാം പുറമെ പഥ്യത്തിന് ഊന്നിക്കൊണ്ടുള്ള, പഥ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്ന ആ ഒരു ദിനചര്യ, ഋതുചര്യ, പിന്നെ നമ്മൾ കഴിച്ചുകൂടാൻ പാടില്ലാത്തത്, ഡെയിലി കഴിക്കാൻ പാടില്ലാത്തത്, അത് തന്നെ പിന്നെ പകലുറക്കം, കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും
ചികിത്സയും അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ പഥ്യത്തിൽ ഊന്നിക്കൊണ്ട് പിന്നെ ദോഷാടിസ്ഥാനത്തിൽ ദൂഷ്യവിഷ ശമനമായിട്ടുള്ളൊരു ചികിത്സ ചെയ്യുന്നതിലൂടെ അവർക്ക് പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ പോലും ഈ രോഗത്തിലെ നമ്മൾ ഇതുപോലുള്ള ഈ കെമിക്കൽസ് ചേർന്ന മരുന്നുകൾ കഴിച്ച് അവരുടെ ആരോഗ്യത്തിന് കോട്ടം തട്ടാതെ നമ്മുടെ ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു.